മുസ്തഫ മഞ്ചേരി. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയണം. ഏതാ സ്മിതന്താശ്യാംലേച്ച ആചാര്യനോ സമന്വിത മഹമ്മദ ഇരിക്കാത ശിഷ്യശാഖ സമന്വിതേ എന്ന് തുടങ്ങി ലിംഗച്ഛേദി ശിഖാഖീന സുശുദ്ധി വധോസന ഉച്ഛാലഭി സർവഭക്ഷി ഭവിഷ്യതി ജതോമമ. അതിൽ കുറച്ച് തെറ്റുണ്ട്, അത് എഴുതിയെടുത്തതിൽ ശരിക്കും എഴുതിയെടുക്കണം. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാഹ ആചാര്യേണ സമന്വിതാ എന്ന് തുടങ്ങുന്ന ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത്. ഇത് രസകരമായ ശ്ലോകമാണ്. ഈ കാലഘട്ടത്തിൽ ഏതസ്മിൻ അന്തരേ, ഈ കാലഘട്ടത്തിൽ മ്ലേച്ഛാഹ, മ്ലേച്ഛന്മാർ, മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതം സംസാരിക്കാത്തവർ അഥവാ അവ്യക്തായാം വാചി എന്നാണ്. മ്ലേച്ഛ ധാതുവിൻ്റെ അർത്ഥം അവ്യക്തായാം വാചി എന്നാണ്. അവ്യക്തമായി സംസാരിക്കുന്നവർ, വ്യക്തമായി സംസാരിക്കാത്തവർ, മഹാമതന്മാരെന്ന് പേരുള്ളവർ ശിഷ്യ ശാഖാസമന്വിതമായി വന്നു ചേരും. അവർ ലിംഗാഗ്ര ചർമ്മം മുറിച്ചവരും പന്നി മാംസം ഭക്ഷിക്കാത്തവരുമായിരിക്കും എന്ന് തുടങ്ങിയ ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത്. ഇത് ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ്. ഇത് ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ്. ഈ പ്രതിസർഗ പർവ്വം മുഴുവൻ മുഗൾ ഭരണകാലത്ത് തിരുത്തപ്പെട്ടതാണ്. ചിന്തിക്കുക, ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയൊക്കെ മതപരിവർത്തനം ചെയ്യണമോ പ്രവർത്തനം ചെയ്യണമോ അതിനുള്ള തയ്യാറെടുപ്പ് മുഴുവൻ ചെയ്ത കാലഘട്ടത്തിൽ ചില്ലിക്കാശിന് വേണ്ടി സംസ്കൃത ശ്ലോകം എഴുതി കൊടുക്കുന്നവർ ഇന്നും ഉണ്ടല്ലോ ധാരാളം. ഇതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിൻ്റെയോ അല്ല, ചില്വാനത്തിനുള്ള ആഗ്രഹമാണ്. ഇത് ഇസ്ലാമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ ദോഷമല്ല, മറിച്ച് ചില്ലിക്കാശിന് വേണ്ടി അധികാരി വർഗത്തെ പ്രീണിപ്പിക്കാൻ എന്നും പ്രവർത്തിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും. അങ്ങനെയുള്ളവർ എഴുതി കൊടുത്തതായി ഇത് ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിൽ ചേർക്കപ്പെട്ടത്. എന്നല്ല, പ്രതിസർഗ പർവ്വത്തിന്റെ തിരുത്തൽ ഏതുവരെ തുടർന്നു എന്നറിയോ? ജസ്യൂട്ട് പാതിരിമാരുടെ കാലത്ത് തിരുത്തപ്പെട്ടു. അതും കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഗമന കാലത്ത് തിരുത്തപ്പെട്ടു. അതുവരെയുള്ള ശ്ലോകങ്ങൾ അതിലുണ്ട്. ഇതൊക്കെ വ്യാസഭഗവാൻ എഴുതി വെച്ചതാ. അതിൽ പരം കഷ്ടം മറ്റൊന്നുണ്ടോ പറയാൻ? എന്നിട്ട് ചിലര് ഇത് വ്യാസൻ എഴുതിയതാണ്. വളരെ രസകരമായൊരു വ്യാഖ്യാനമുണ്ട്. ഹിന്ദുക്കളുടെ പുരാണങ്ങളിൽ ഇങ്ങനെയൊരു പ്രവാചകൻ വരുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വരുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങേയറ്റം ആദരിക്കണം എന്ന് അവിടെ പറഞ്ഞു വെച്ചത് കൊണ്ട് ആദരിച്ചോളണം. അത് തെറ്റാ, അതുകൊണ്ടല്ല ആദരിക്കേണ്ടത്. അങ്ങനെ ഹിന്ദുക്കളുടെ പുരാണത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. പുരാണത്തിൽ ഹിന്ദുക്കളുടെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ എന്ന് വേർതിരിക്കേണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. ഏത് ആചാര്യൻ്റെ ഇതിലും ഉണ്ടാവും ദേശകാലങ്ങൾക്ക് അതീതമായ തത്വവും ദേശകാലങ്ങൾക്കനുസരിച്ച് ആഖ്യാനങ്ങളെന്ന് പറഞ്ഞു. അവയെ പുരാണമായി തിരിക്കണം, ശാശ്വത മൂല്യങ്ങൾ സത്യങ്ങളായും തിരിക്കണം. ശ്രദ്ധിക്കുക, ഈ ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വം മുഴുവൻ തിരുത്തപ്പെട്ടതാ. ആ തിരുത്തൽ മുഗൾ ഭരണകാലത്ത് നിന്നില്ല, പിന്നീടും തുടർന്നു. പക്ഷെ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു നേരം പോക്ക് ഓർമ്മ വരിക. എന്താ നേരം പോക്ക് എന്ന് ചോദിച്ചാൽ, ഒരു 92 തോന്നുന്നു, അതോ 91 എന്ന് ഓർമ്മയില്ല. ഈ ശ്ലോകം വളരെ വലിയൊരു ബോർഡിൽ നമ്മൾ എഴുതി വെച്ചതായിട്ട് കണ്ടു. പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് പുറത്തോട്ട് പോകുന്നതിൻ്റെ അവിടെ എതിർവശത്ത്, അവിടെ ആ വലിയ ഉയരമുള്ളൊരു മതിലൊക്കെ ഉണ്ടല്ലോ, സബ് ജയിലോ അതെന്തോ ആണ് അവിടെ, ആ മതിലിൻ്റെ അടുത്തായിട്ട് വലിയൊരു ബോർഡ് നമ്മൾ കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു, വായിച്ചിരുന്നു. പക്ഷെ ഈ ഭവിഷ്യപുരാണം മുമ്പ് വായിച്ചത് കൊണ്ടും അതിൻ്റെ പ്രതിസർഗ പർവ്വത്തിൽ ഈ ശ്ലോകങ്ങൾ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടും ഒത്തിരിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഏതായാലും ആ സമയത്ത് വണ്ടൂരിനടുത്ത് ചാത്തങ്ങോട്ടുപുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു 2 ദിവസം. ആ സമയത്ത് പെരിന്തൽമണ്ണയിലെ ഒരു ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ, ഓർമ്മ ശരിയാണെങ്കിൽ അൽ ഷിഫ എന്നാണ് തോന്നുന്നു ആ ഹോസ്പിറ്റലിൻ്റെ പേര്, കൃത്യം ഓർമ്മയില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ ഡോക്ടർ നമ്മളെ കാണാൻ കുറച്ച് സമയം വേണം, കുറച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു. അദ്ദേഹം MD ആണ്, MBBS മാത്രമൊന്നുമല്ല, MD ഉള്ള ഡോക്ടറാണ്. ഇദ്ദേഹം വന്നു, ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇരുന്നു. അദ്ദേഹം വേഗം ഒരു ബ്രീഫ് കേസ് തുറന്ന് കട്ടിയുള്ളൊരു പുസ്തകം എടുക്കാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, നമ്മൾ ചോദിച്ചു, അല്ല ഭവിഷ്യപുരാണാണോ എടുക്കാന്നോ? അതെ. സ്വാമിക്ക് എങ്ങനെ മനസ്സിലായി? മനസ്സിലായിട്ടൊന്നുമല്ല, ഒരു സംശയം തോന്നിയിട്ട് ചോദിച്ചതാ. അത് ആൻസർ എടുക്കണ്ട. എന്താ സ്വാമി, ഈ ശ്ലോകം പറയാനല്ലേ നിങ്ങളത് എടുക്കണത്? അതെ, എടുക്കണ്ട, അബദ്ധാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് വിപരീത ഫലം ചെയ്യും. ഇസ്ലാമിന്റെ പ്രചാരണം ചെയ്യാൻ
ഇസ്ലാം മഹിമയാർന്നതാണെന്ന് പറയാൻ ഭവിഷ്യപുരാണത്തിന്റെ പ്രമാണം വേണ്ട. അത് ഇസ്ലാമിക പ്രമാണങ്ങൾ മതി, ഇസ്ലാമിക പ്രബോധനങ്ങൾ മതി. പോരാന്നുണ്ടോ തുറന്നങ്ങ് പറഞ്ഞേക്കണം പോരാന്ന്. ഒന്നുകൂടി പറയാം, പോരാന്നുണ്ടോ എങ്കിൽ തുറന്നങ്ങ് പറഞ്ഞേക്കണം പോരാന്ന്. അത് മതി, മാലിന്യം ചേർക്കരുത്. ഈ ചില്വാനത്തിന് വേണ്ടി തിരുത്തി എഴുതിയവരുടെ വാക്യങ്ങളെ നമ്മൾ ഉദ്ധരിക്കരുത്. അഥവാ ഉദ്ധരിച്ചാൽ വേറൊരു പ്രശ്നം അന്തർഭവിച്ചിട്ടുണ്ട്. ഈ ഡോക്ടർ ചോദിച്ചു അതെന്താ? നമ്മൾ പറഞ്ഞു നിങ്ങൾ വിവരമുള്ള ആളല്ലേ, ഒന്നുമില്ല MD വരെ പഠിച്ച ആളല്ലേ. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, 5000 ചില്ലുവാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ എഴുതി വെക്കുകയാണ്, 3600 ചില്ലുവാനും കൊല്ലം കഴിഞ്ഞാൽ ഒരാൾ വരും. ആരെയാ മാനിക്കേണ്ടത്? ആ എഴുതി വെച്ചയാളെയോ ഈ വന്ന ആളെയോ? അതുകൊണ്ട് സ്വയം കുഴി കുഴിച്ച് വീഴാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു. ശരിയാണ് ആ പോയിന്റ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഞങ്ങൾ അന്ന് സന്തോഷമായി സംഭാഷണം പര്യവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നും ചിലർ ഇത്തരം ശ്ലോകങ്ങളെ അടർത്തിയെടുത്തിട്ട് ഇസ്ലാമിക പ്രചരണം ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് അബദ്ധമാണ്. ഈ ചെയ്യുന്നവർ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവരാണ്, സംശയമൊന്നുമില്ല. പറഞ്ഞ ആശയം വ്യക്തമാണല്ലോ, ആശയം വ്യക്തമാണ്. ഈ അടർത്തിയെടുക്കുന്ന പ്രവണത സമൂഹത്തിൽ വളരെയധികം എന്താ പറയേണ്ടത്, വൈരുദ്ധ്യം ഉണ്ടാക്കി തീർക്കും. കാരണം ഇതിപ്പോ ഭവിഷ്യപുരാണത്തിൽ പെട്ടതെന്ന് ആരെങ്കിലും വിശ്വസിച്ചു പോയി എന്ന് വിചാരിക്കുക. ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കും ഇത് ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ്. പ്രതിസർഗ പർവ്വം സമ്പൂർണ്ണമായി തിരുത്തപ്പെട്ട, അതിൽ വിക്ടോറിയയെ കുറിച്ച് പോലും ഉണ്ട്. അതിൽ ഇംഗ്ലീഷുകാരുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വ്യാസൻ എഴുതി വെച്ചതാ. എന്ത് കഷ്ടം എന്നാലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചത് പ്രതിസർഗ പർവം പ്രാമാണികമല്ല എന്നാണ്. അപ്പൊ സമൂഹം ഇത് മനസ്സിലാക്കും. മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യം ഈ വാക്യം കേട്ട് ആദരിച്ചവനും പിന്നെ നിന്ദിക്കും. കണ്ടോ വളച്ചൊടിച്ച് പറഞ്ഞത് കേട്ടില്ലേ അന്ന് എന്ന് പിന്നീട് ചിന്തിക്കും. ഇതിന് വക നമ്മൾ ആദ്യമേ വെക്കരുത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നവരെ സമൂഹത്തിൽ തുറന്നു കാണിക്കുക. നിങ്ങൾ ഇതൊന്നും ചൊല്ലരുത് പറയുക, ചൊല്ലുന്നത് ശരിയല്ല എന്ന് പറയുക. എന്നാൽ ഇത് ചൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അയാളുടെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇസ്ലാമിലാണോ വിശ്വാസം എങ്കിൽ ഇത് ചൊല്ലിയിട്ടല്ല ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത്, തെറ്റാണത്. പറഞ്ഞ ആശയം വ്യക്തമാണല്ലോ. എന്തിനു തിരുത്തുന്നത്? ഈ നമുക്ക് തോന്നുന്നൊക്കെ തിരുത്തണോ? ഈ തിരുത്തൽ വേണ്ട, അവിടെ കിടന്നോട്ടെ. പഠിക്കുന്നവർ മനസ്സിലാക്കും ഇത് പ്രാമാണികമല്ല എന്ന്. എന്തിനാ തിരുത്തണം? തിരുത്താൻ നമുക്ക് എന്താ അധികാരം? തെറ്റിനെ തെറ്റുകൊണ്ടാ ശരിയാക്കുക? ഇല്ലല്ല, ഒരു പ്രവാചകന്മാരുടെയോ അല്ല. ഇത് പൈസയ്ക്ക് വേണ്ടി തിരുത്തി കൊടുക്കുന്നവർ എഴുതി വെച്ചത് വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്നേ. ഇത് തിരുത്തണമെന്ന് ചോദിക്കുന്ന ആൾ ഒന്നേ ചെയ്യണ്ടു, ഭവിഷ്യപുരാണം തുടക്കം തൊട്ട് വായിക്കുക. പൂർവാപര ബന്ധത്തിന് വിരുദ്ധമായ ആശയം അതിൽ നിന്ന് പുറത്തുള്ളതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത് ഭവിഷ്യപുരാണത്തിന്റെ പ്രത്യേകതയല്ല. ലോകത്തിലേത് ഗ്രന്ഥവും, അത് ബൈബിളെന്നോ ഖുറാനെന്നോ ഗീതയെന്നോ ഉപനിഷത്തെന്നോ വേദമെന്നോ ഒന്നും പറയണ്ട, പൂർവാപര ബന്ധത്തോടു കൂടി വായിക്കുമ്പോൾ യോജിക്കാത്ത ആശയങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. അല്ലാണ്ട് അത് തിരുത്താൻ പോകരുത്. തിരുത്തുക എങ്ങനെയാ തിരുത്തുക? ഇതിന് പ്രാമാണികതയൊന്നുമില്ലേ? ഖുർആനിൽ ഒന്നും ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല. ഉണ്ട്. ആയിഷയുടെ കാലത്ത് അതിന് മുമ്പുണ്ടായിരുന്ന പ്രതികളൊക്കെ കത്തിച്ചു കളയുകയും നശിപ്പിക്കുകയും ഒന്ന് ശേഖരിക്കുകയും ചെയ്തതായിട്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ ലഫാന്റെ കാലത്താണല്ലോ ക്രോഡീകരിച്ചത് ഖുർആൻ. എന്തിനു ക്രോഡീകരിച്ചു? അതുവരെ എല്ലാവരും പിന്നെ ഇത് എഴുത്ത് ഇതിലൊക്കെ എഴുതി മനപ്പാടായിട്ട് വെച്ചായിരുന്നു. തിരുത്തപ്പെട്ടതായിട്ട് അങ്ങനെയല്ല. മനപ്പാഠമായി പല പ്രദേശത്ത് പല പ്രകാരത്തിൽ പ്രചരിക്കുമ്പോൾ പാഠഭേദങ്ങൾ ഉണ്ടാകുമല്ലോ. ഇതിന് ക്രോഡീകരണം ആവശ്യമാണല്ലോ എന്നുള്ളത് കൊണ്ട് ഒന്ന് ശേഷിപ്പിച്ചു. ഇത് ഒന്നിന്റെ മികവ് കാണിക്കാൻ വേണ്ടി മറ്റൊന്നിനെ ഇകഴ്ത്താൻ പോണ്ട. ലോകത്തിൽ ഏത് ഗ്രന്ഥത്തിലും ഏതാചാര്യന്റെ ഉപദേശത്തിലും അത് ഇസ്ലാം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ ഒന്നും ഒരു മാറ്റവും കൽപ്പിക്കരുത്. ദേശകാലങ്ങൾക്കനുസരിച്ചിട്ടുള്ള മാറുന്ന ആശയങ്ങൾ കാണും, സനാതനങ്ങളായ ആശയങ്ങൾ കാണും. ഇത് മാറ്റപ്പെട്ടിട്ടില്ല, ഇത് ദൈവം നേരിട്ട് ഇറക്കി തന്നെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ പറയാനുണ്ടാവും. എല്ലാത്തിനെയും ആദരിക്കാൻ പഠിക്കുക. എല്ലാത്തിൻ്റെയും നല്ല ആശയങ്ങൾ നേരത്തെ ഇവിടെ പറയപ്പെട്ടു. സത്ത് എന്നുള്ള ശബ്ദം, സത്യം എന്നുള്ള ശബ്ദം, അത് തന്നെയാണ് അല്ലാഹു എന്നുള്ള ശബ്ദത്താൽ പറയപ്പെടുന്നത് തുടങ്ങിയത്. എത്ര മനോഹരമാണത്! അത്തരം ആശയം ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. നേരെ മറിച്ച് ഇതിൽ തിരുത്തലില്ല, ഇതിൽ മനുഷ്യന്റെ കൈകടത്തലില്ല, മറ്റതെല്ലാം മനുഷ്യന്റെ കൈകടത്തൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ ഇതൊക്കെ ഉപയോഗിച്ചത്? ഈ ഖുറാന്റെ തന്നെ പാഠങ്ങൾ ഒരു കൂട്ടർ പ്രാമാണികമായി എടുക്കുന്നത് വേറൊരു കൂട്ടർ പ്രാമാണികമായി എടുക്കുന്നില്ല. നമുക്ക് അനുഭവമുണ്ട്. സ്വാമി ആ ഖുറാൻ വായിക്കരുത്, അത് ശരിയല്ല, ഇതാ ഞങ്ങൾ തരണേ, ഇതാ ശരിയായ പാഠം. അവൻ മറ്റവര് അതല്ല, ഇതാ ശരിയായ പാഠം. അങ്ങനെ പറയരുത്. അത് നമ്മുടെ ഹ്രസ്വദൃഷ്ടിക്കനുസരിച്ച് പരമസത്യത്തെ വളച്ചൊടിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ക്രോഡീകരണം നടന്നിട്ടുണ്ടോ? നടക്കട്ടെ, നല്ലത്.
അതുപോലെ ഇവിടെ നടക്കണ്ടേ? പുരാണങ്ങളിൽ എൻ്റെ ആവശ്യമില്ല. പുരാണം എന്ന് പറഞ്ഞാൽ കഥായുക്തങ്ങളാണ്. പുരാണം അടിസ്ഥാന ശാസ്ത്രമല്ല. ഹൈന്ദവ ധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രമല്ല പുരാണം, അല്ല ഇതിഹാസം. അത് കേവലം സാധാരണ ജനങ്ങൾക്ക് കഥാരൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കൊടുക്കാൻ വേണ്ടി എഴുതിയതാ. അതിലൊരുപാട് കഥകളുണ്ട്. ഒരൊറ്റ ആചാര്യനും പുരാണത്തിലെ കഥകൾ സത്യാന്ന് പറയില്ല. വ്യാസൻ എഴുതിയിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്. അത് തത്വത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേത്. ഇതിഹാസം കൊണ്ടും പുരാണം കൊണ്ടും വേദത്തെ വിസ്തരിക്കണം, അതിനുവേണ്ടിയാവും ആവിർഭവിച്ചത്. അത് കഥകളാണ്. എന്തിനാ തിരുത്തണത്? കാലാകാലങ്ങളിൽ നല്ല ഉദ്ദേശത്ത് തിരുത്തിയിട്ടുണ്ടോ അതവിടെ നിന്നോട്ടെ, ചീത്ത ഉദ്ദേശത്ത് തിരുത്തിയിട്ടുണ്ടോ അതവിടെ നിന്നോട്ടെ. യുക്തിയുള്ളവര് മനസ്സിലാക്കിക്കൊള്ളും. വ്യക്തമുള്ള ആശയം. അത് ഏത് ഗ്രന്ഥത്തിലായാലും ശരി. ഇവിടെ ഒന്നും നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം കൽപ്പിക്കരുത്. ഏത് ഗ്രന്ഥത്തിലും യുവകാശയങ്ങൾ കാണും. ഇപ്പൊ സനാതനങ്ങളായ ആശയങ്ങൾ ഏത് ഗ്രന്ഥത്തിലും കാണും, ഏത് ഗ്രന്ഥത്തിലും സനാതനങ്ങളല്ലാത്ത ആശയങ്ങളും കാണും. കാണാത്തൊരു ഗ്രന്ഥവും ഇല്ല. സനാതനങ്ങളല്ലാത്ത ആശയങ്ങൾ ഉണ്ട് എന്നൊരു ഗ്രന്ഥത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. താൽക്കാലികമായ വിഷയങ്ങൾക്ക്, താൽക്കാലികങ്ങളായ ആവശ്യങ്ങൾക്ക്, താൽക്കാലികങ്ങളായ ദേശകാലങ്ങൾക്ക് അനുസരിച്ച വാക്യങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ടാവും. അതങ്ങ് അംഗീകരിക്കണം. അതേ പ്രശ്നമുള്ളൂ. എന്നാ ഒരു പ്രശ്നവുമില്ല. പക്ഷെ എന്താ പറ്റുന്നത് വെച്ചാൽ, എൻ്റെ മതം ഇത് രാഷ്ട്രീയക്കാരെ പോലെയാ, എൻ്റെ പാർട്ടി അത് പറഞ്ഞൊക്കെ ശരി. അത് ആദ്യമാണ്. പുരാണം ഇത്യവ നതു സാധു സർവം. പണ്ടുള്ളതാന്നുള്ളത് കൊണ്ട് എല്ലാം ശരിയൊന്നുമല്ല. പലതും അതിലൊക്കെ ഉണ്ടാവും. ഒക്കെ വിവേകം ചെയ്ത് വേണ്ട അംശം സ്വീകരിക്കുക, വേണ്ടാത്ത അംശം തള്ളിക്കളയുക. സനാതനമായ ആശയത്തിന് ഒരു ദേശത്തിലും ഒരു കാലത്തിലും മാറ്റം സംഭവിക്കില്ല. അത് ഏത് രാജ്യത്ത് ഏത് ആചാര്യം പറഞ്ഞാലും അത് സനാതനമായ ആശയം തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുക. സത്യം, ധർമ്മം, സ്നേഹം തുടങ്ങിയ ആശയങ്ങൾ. മറ്റതിലൊക്കെ മാറ്റം വരും. മറ്റതൊക്കെ മാറ്റം വരുത്തുകയും വേണം. അല്ലാണ്ട് ഇങ്ങനെ ഇരുന്ന ലോകം സ്റ്റാറ്റിക് ആയി പോവില്ലേ? ലോകത്തിന് വല്ല ഉയർച്ച ഉണ്ടാവുമോ?